ഈ താരസംഘടനയായ അമ്മയിൽ അൻസിബ ഹസൻ നേരിടേണ്ടി വന്ന കുറേ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളിപ്പോൾ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വരെ ഒരു സ്ത്രീയാണ്. അപ്പം സ്ത്രീകളിങ്ങനെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ സ്വയമേ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോഴും ഒക്കെ അവരെ ഇങ്ങനെ വേരോടെ പിഴുതു കളയാനും അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചമർത്താനും ഒക്കെ ഉള്ള ശ്രമം അത് ശരിയാണോ? അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ സ്ത്രീകളും അത് സഹിച്ചും ക്ഷമിച്ച് നിൽക്കാതെ അത് ഒരു തുറന്നു പറച്ചിൽ അത്യാവശ്യമല്ലേ? ഇങ്ങനെ ഒരു എന്താണ് പബ്ലിക്കലി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതും പൊതുസമൂഹം ഇത് അറിയേണ്ടതും ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം എല്ലാവരും അറിയേണ്ടതും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതും അല്ലേ? സ്ത്രീകളായാലും പുരുഷന്മാരായാലും സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ അവർക്കുള്ള സ്വാതന്ത്ര്യം അത് ഒരുപോലെ തന്നെയല്ലേ വേണ്ടത്? ഞാൻ ഇത്രയും പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ 30ാമത്തെ വയസ്സിൽ എറണാകുളത്ത് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി. അപ്പം അതിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ എന്നെ കുറേ പേര് ചേർന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും തരാതെ എന്നെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും കരയിപ്പിക്കുകയും പിന്നെ എന്താണ് കൂട്ടം ചേർന്നിട്ട് ഇങ്ങനെ എന്നെ അധിക്ഷേപിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഇതിനെതിരെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് എനിക്ക് നീതി ലഭിച്ചത്. എനിക്കാണെങ്കിൽ 23ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. പിന്നെ ഞാൻ പല രാജ്യങ്ങളിലും പോയി ജോലിയെടുത്തിട്ടും ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുമൊക്കെയാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിന്ന് എനിക്കെന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സ്മാർട്ടായിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടും ഉള്ള സ്ത്രീകളുണ്ടല്ലോ, അവർക്കെതിരെ ഇങ്ങനെ സമൂഹത്തിലൊരു ചില ആൾക്കാർ, എല്ലാവരും അല്ല, സമൂഹത്തിൽ ചില ആൾക്കാർ എന്തുകൊണ്ടോ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അവരിങ്ങനെ മൊത്തത്തിൽ അവരെ അടിച്ചമർത്താനും ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത് ഭയങ്കരമായിട്ട് ഉണ്ട്. ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പല കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും പേടിച്ചും ഭയന്നും അല്ലെങ്കിൽ ഒറ്റപ്പെട്ടും കരഞ്ഞും ഒക്കെ ജീവിക്കുന്ന സ്ത്രീകൾ നമുക്കിടയിലൊക്കെ ഉണ്ടാവും. സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയോടെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള, ഇന്നും സൂര്യൻ ഉദിക്കാത്ത കുറേ ആൾക്കാർ. അവർക്കെതിരെ നമ്മൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കണം. അത്തരം ഒരു സമൂഹത്തെ തന്നെ അത്തരം ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മെയിൽ ഷോനിസം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്മാർട്ട്നെസ്സിനെയും ഒരു എന്താണ് ഇൻഡിപെൻഡൻസിനെയും ഒന്നും അംഗീകരിക്കാത്ത ഒരു സൊസൈറ്റിയെ നമ്മൾ തച്ചുടയ്ക്കണം. നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റി നമുക്ക് വേണ്ട. നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും, സ്ത്രീകളും പുരുഷന്മാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു സൊസൈറ്റിയെ നമുക്ക് വാർത്തെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അൻസിബ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യമായിട്ട് എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ അൻസിബയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.